അമേസിംഗ് വേൾഡ് ഓഫ് സയൻസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ വന്ന് അടുത്തടുത്തുള്ള ഒരുപാട് മരങ്ങൾ വീടിനെ ചുറ്റിയുണ്ട്. ഞാൻ മുമ്പ് പല വീഡിയോസിൽ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വന്ന് ഭംഗിയുള്ള പലതരം കിളികൾ എപ്പോഴും വന്ന് ഇരിക്കാറുണ്ട്. അപ്പോൾ ആ വൈകുന്നേരത്തെ ഒരു കാഴ്ചയാണ് ഈ കാണിക്കുന്നത്. പിന്നെ ഞാൻ മുമ്പ് നിങ്ങൾക്ക് പൊങ്കലിന് ഇവിടെ ഇട്ട കോലത്തിൻ്റെ വീഡിയോസ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇടുന്നത് ആദ്യം നമ്മൾ ഡിസൈൻ വരച്ച് വെച്ചിട്ട് പിന്നെ കുറച്ചായിട്ട് കളേഴ്സ് പല വിവിധ വർണ്ണങ്ങൾ വെച്ചിട്ട് വരച്ച ഇതിൽ ഫില്ല് നിറയ്ക്കുന്ന രീതിയിലാണ് ചെയ്യാറുള്ളത്. അപ്പം പൊങ്കലിൻ്റെ തലേ ദിവസം രാത്രിയിൽ എല്ലാവരും ഏതാണ്ട് ഇത് ചെയ്ത് തീർക്കാൻ തന്നെ മണിക്കൂർ കണക്കിന് വേണ്ടി വരും. അപ്പോൾ ഈ സാധാരണ ഇവിടെ ഡിസംബർ ജനുവരി മാസങ്ങളിലൊക്കെ നല്ല മഞ്ഞുള്ള സമയമാണ്. പക്ഷേ അതൊന്നും ആരും വക വയ്ക്കാറില്ല. അപ്പോൾ രാത്രി ഇരുന്ന് എല്ലാ വീട്ടിലെയും സ്ത്രീകൾ റോഡിലും മുറ്റത്തുമൊക്കെ ഇതുപോലെ ഭംഗിയുള്ള രംഗോളികൾ പൊങ്കലിനായിട്ട് തയ്യാറാക്കും. റോഡിൽ നോക്കിയാലത് മൊത്തം റോഡിലൊക്കെ ഇതുപോലെ നല്ല നല്ല ഭംഗിയുള്ള കോലങ്ങൾ വരച്ച് കളർ കോലപ്പൊടിയൊക്കെ ഇട്ട് വയ്ക്കും. ഇത് നമ്മുടെ ഏഞ്ചൽ നമ്മുടെ അടുക്കളയുടെ കതവിൻ്റെ മുമ്പിലിരുന്ന് സത്യാഗ്രഹമാണ്. അപ്പോൾ അവൾക്ക് കതവ് തുറന്നു കൊടുത്തിട്ട് അകത്തോട്ട് കയറണം. സാധാരണ ഞാൻ അങ്ങനെ അകത്തോട്ട് അനുവദിക്കാറില്ല. അപ്പോൾ അവൾക്ക് ഫുഡിന് വേണ്ടിയിട്ടാണ് കതവിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം ഇരുന്നിട്ട് അവൾക്ക് ആവശ്യമുള്ളതൊക്കെ ഇരുന്ന് ചോദിക്കുക. അവൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ കതവ് തുറന്ന് ഞാൻ അകത്ത് പോയി അവൾക്ക് ഫുഡ് എടുത്തുകൊണ്ട് വരാനായിട്ട്, അതാണ് അവളുടെ മനസ്സിലുള്ള ആഗ്രഹം. ഇത് പതിവ് പോലെ തന്നെ നമ്മുടെ കറുത്ത ആട് ഇന്നാൾ ഞാനൊരു വീഡിയോയിൽ കാണിച്ചിരുന്നു, വന്ന് ആഹാരത്തിന് വന്നതാണ്. ഇത് നമുക്ക് മുമ്പ് കാണിച്ചിട്ടുണ്ട്. ഗൂഗിൾ മാപ്പിൽ ഈ അടഞ്ഞ വഴിയാണ്, കഷ്ടിച്ചൊരു ഓട്ടോയ്ക്ക് പോകാൻ പറ്റും. അവരെങ്ങനെയെങ്കിലും ഇതിൽ ഈ റോഡിലൂടെ വരാറുണ്ട്. പിന്നെയും എപ്പോഴും ആടുകളും ആട്ടുകുട്ടികളും ഒക്കെ വന്ന് അവർക്ക് മാവില തന്നെ വേണം. അത് വളരെ നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ കയ്യിൽ വെച്ച് കൊടുത്താൽ അവരത് സമ്മതിക്കില്ല. നമ്മുടെ കയ്യിൽ നിന്നും തട്ടി പറിച്ചെടുത്ത് താഴെയിട്ട് പലരും പല സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അത് നല്ല ഇലകളൊക്കെ നോക്കി തളിരിലയൊക്കെയാണ് ആദ്യം തിന്ന് തീർക്കുന്നത്. അപ്പോൾ സ്ഥിരമായിട്ട് ഇവർ കൂട്ടമായിട്ട് തന്നെ പറഞ്ഞു വെച്ച പോലെ രാവിലെയും വൈകുന്നേരവും 2 സമയം ഇത് മാവില തന്നെ അവർക്ക് വേണം. പിന്നെ വല്ലപ്പോഴുമൊക്കെ പഴത്തിൻ്റെ ഇത് തോലും കഴിക്കാറുണ്ട്. മുട്ടുകുത്തിയൊക്കെ ഇരുന്ന് നല്ല ആസ്വദിച്ചാണ് ആശാനിരുന്ന് കഴിക്കുന്നത്. അപ്പോൾ എത്ര കൊടുത്താലും പിന്നെയും ചോദിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ ഇവിടെ ഈ ചെന്നൈ കോർപ്പറേഷനിൽ നിന്നും അവിടെ കേരളത്തിലും ഉണ്ടായിരിക്കും പല സ്ഥലങ്ങളിലും അവർ വന്ന് റോഡൊക്കെ തൂത്ത് വൃത്തിയാക്കി ഇലയൊക്കെ കൂട്ടി തീയിടുന്ന പരിപാടിയുണ്ട്. അപ്പോൾ റോഡ് ക്ലീൻ ചെയ്യാനായിട്ട് എന്നും വരാറുണ്ട്. പിന്നെ അവരുടെ തന്നെ വണ്ടിയിൽ അത് വേറെ ഈ ഗാർബേജ് കളക്ഷനൊക്കെ അത് വേറെ വണ്ടിയിൽ, സാധാരണ ഇലക്ട്രിക് വാഹനങ്ങളിലാണ് രാവിലെ വന്ന് എന്നും ഈ ചവറ് എടുക്കാനായിട്ട് അതും പ്രത്യേകം ചെയ്യാറുണ്ട്. പിന്നെ ഈ ബ്ലീച്ചിങ് പൗഡറൊക്കെ ടാങ്കിനകത്തിടാനും ഒക്കെ എല്ലാം കൃത്യമായിട്ട് തന്നെ അവർ ശുഷ്കാന്തമായിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഒരു പുതിയ വ്ളോഗുമായി നമുക്ക് ഉടനെ കാണാം.